ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാനോ ചന്ദ്രകലാധര ഭക്തിയാകും. ഈ ആവശ്യം മറുവശത്ത് ദേവന്മാർക്കും ഒരു അത്യാവശ്യമായിരുന്നു. പാർവതിയെ ശിവൻ വിവാഹം കഴിക്കണമെന്നുള്ള പാർവതി ദേവി ഉഗ്രമായ തപസ്സനുഷ്ഠിച്ചു. ശിവഭഗവാൻ അവളുടെ തപസ്സിൽ ഒന്നും വഴുതിയില്ല. ആ ഭാഗത്തേക്ക് അദ്ദേഹം നോക്കിയില്ല. ദേവന്മാർ ഭയന്നു. ശിവഭഗവാൻ ഇങ്ങനെയായാൽ പാർവതിയുടെ വ്രതം തെറ്റുക തന്നെ ചെയ്യും. പാർവതി ദേവി കഠിനമായി തപസ്സനുഷ്ഠിച്ചു. ദേവിയുടെ തപസ് ത്രിലോകങ്ങളിലും ആ പ്രകമ്പനം സൃഷ്ടിച്ചു. എന്തിനേറെ വലിയ പർവ്വതങ്ങൾ പോലും അവിടെ പറന്നു നടന്നു. എന്നിട്ടും ശിവഭഗവാൻ അണുവിട അതിൽ നിന്നും വ്യതിചലിച്ചില്ല. കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ശിവനാകട്ടെ പാർവതിയുടെ തപസ്സിൽ സംപ്രീതനായി. ഇതിനിടയിൽ കാമദേവൻ വന്ന് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ നോക്കി. കാമദേവനെ ശിവൻ തന്റെ തൃക്കണ്ണുകൊണ്ട് ഭസ്മീകരിച്ചു. അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇങ്ങനെ അറിയിച്ചു, അല്ലയോ ദേവി, നീ ഒന്ന് മനസ്സിലാക്കുക, എന്നോടൊപ്പം കഴിഞ്ഞുകൂടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആയതിനാൽ നീ മറ്റൊരു രാജകുമാരനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞാൻ നൽകുന്നു. അതിനവൾ മറുപടി ഇങ്ങനെ ഉറച്ചു പറഞ്ഞു, ദേവാ, അങ്ങയെ ഞാൻ മനസ്സാൽ ഭർത്താവായി വരിച്ചുപോയി. മറ്റൊരാളെയും ഞാൻ വിവാഹം കഴിക്കുകയില്ല. ഇത് സത്യം, സത്യം, സത്യം. പഞ്ചാബ്
തുള്ളിയാടും നീ നടരാജ നടനം തക 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 തുള്ളിയാടും